എല്ലാവർക്കും നമസ്കാരം. സർവ തടസ്സങ്ങളും തീരാനും ഇഷ്ടകാര്യം സാധിക്കാനും വേണ്ടിയിട്ടുള്ള ഗണപതിയുടെ ഏറ്റവും ശക്തിയുള്ള കാര്യസാധ്യ മന്ത്രജപം. ഈ മന്ത്രജപത്തിലൂടെ തന്നെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും. സർവ കാര്യങ്ങളും സാധിക്കാനുള്ള അനുഗ്രഹമുണ്ടാവും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ അമൂല്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഏതൊരാൾക്കും ദിവസം ചെല്ലാൻ പറ്റുന്നതും മറ്റൊരു തരത്തിൽ യാതൊരു വക ദോഷങ്ങളില്ലാത്തതുമായിട്ടുള്ള ആണ് ഈ മന്ത്രം. ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് തൊഴിലില്ലാത്തവർ, തൊഴിൽ തടസ്സം, അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ് തടസ്സങ്ങൾ, അതുപോലെ വിദ്യാപരമായിട്ടുള്ള എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് തവണ ഇങ്ങനെ നടക്കേണ്ടി വരുന്നൊരവസ്ഥ, അങ്ങനെ എന്തൊക്കെയാണോ നമ്മളിലേക്ക് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറി സർവ ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഏറ്റവും ശക്തിയുള്ള ഗണപതിയുടെ മന്ത്രമാണിത്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുമോ, തടസ്സങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഇതിനില്ല. ഈ മന്ത്രജപം എന്ന് പറയുന്നത് തന്നെ ഈ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും പല സ്ഥലത്തും നടക്കും. നടന്നതിന് ശേഷം കുറെ ശിവന്റെ അമ്പലത്തിൽ പോകും. എന്നിട്ട് പറയും ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല, അവിടെ ശക്തിയിലെ ചൈതന്യമില്ലെന്ന് പറയും. അതുപോലെ മറ്റേതെങ്കിലും ദേവിയുടെ അമ്പലത്തിൽ പോകും, അവിടെ ഇതുപോലെ തന്നെയാണ്, ആ ഒരു ഗുണമില്ലെന്ന് പറയും. അങ്ങനെ ജനങ്ങൾ പല പല പൂജകൾ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ചാത്തന്റെ അവിടേക്ക് പോകും, കരിങ്കുട്ടിയുടെ അവിടേക്ക് പോകും. അങ്ങനെ മന്ത്രവാദപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും, കൗളാചാരം ചെയ്യിപ്പിക്കും. അങ്ങനെ പല പല കാര്യത്തിനും എവിടെയാണ് എന്താണ് ഗുണമുണ്ടാവുക എന്ന് വെച്ചിട്ട് നെട്ടോട്ടം ഓടി നടക്കുന്ന ഒരു കാലമാണ്. ജനങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാ ദേവതകളിലും എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷെ നമുക്കൊരു കർമ്മം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു മന്ത്രം ജപിക്കണമെങ്കിൽ, കാമദേവ മന്ത്രം ജപിക്കണമെങ്കിൽ ആ കാമദേവൻ ഉണ്ട് എന്നുള്ളതും ആ മന്ത്രങ്ങളും പൂജകളും ഉണ്ട്. പക്ഷെ ആ കാമദേവ ക്ഷേത്രത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ട് 1-2 ക്ഷേത്രങ്ങൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വശ്യമന്ത്രമായാലും ഏത് കാര്യസാധ്യ മന്ത്രമാണെങ്കിലും ആ മന്ത്രത്തിന്റെ ദേവതയുണ്ട്. ആ ദേവതയെ ക്ഷേത്രങ്ങളൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ദേവസാന്നിധ്യം ഏതാണോ എങ്കിൽ ആ ദേവനിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്നുള്ളതാണ്. ഓരോ തരത്തിലുള്ള, അപ്പോൾ ശിവനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ, എന്നിരുന്നാലും പക്ഷെ ചില ദേവതകൾക്ക് അനുഗ്രഹം കിട്ടുന്ന ക്ഷിപ്രപ്രസാദം ഉണ്ടാവാൻ വേണ്ടി ഒരു പരീക്ഷണം ഉണ്ടായിരിക്കും. ഭക്തൻ ഏതാണോ, ഭക്തൻ എന്താണോ, ഭക്തന്റെ മനസ്സെന്താണെന്ന് ചിലപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെ നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം. പക്ഷെ നമ്മൾ അടിയുറച്ച ആ ഭക്തിക്ക് മുന്നിൽ ഏത് ദേവന്റെയും ഏത് തരത്തിലുള്ള ഏത് ദേവന്റെയും ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിൽ ആഗ്രഹമുള്ളതായാലും നമുക്ക് ആ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇതിന്റെ ഈ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പല പല കാര്യങ്ങൾക്കും പോവാണ്. അപ്പൊ എന്നോട് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ അവിടെ പോയി ഒരുപാട് സ്ഥലത്ത് പോയി, എന്നിട്ട് എനിക്ക് അതായില്ല ഇതായില്ല അങ്ങനെയായില്ല എന്നൊക്കെ. അങ്ങനെ പല പല വിഷ്ണുമായ മഠങ്ങളിലേക്ക് പോയിട്ട് പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്താ ചെയ്യുക, എന്താ വേണ്ടത്, എന്താന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ നടക്കുന്നത്. പക്ഷെ വിഷ്ണുമായ ഒക്കെ ആണെങ്കിലും ഭക്തി നന്നായിട്ടുണ്ടെങ്കിൽ ഭക്തനെയാണ് പെട്ടെന്ന് അനുഗ്രഹിക്കുള്ളൂ. കാര്യം സാധിക്കാൻ വേണ്ടി ഓടിച്ചെന്നുകൊണ്ടെന്നും അവിടെ ഒട്ടും കെട്ടെടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫയലുകൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസർമാരൊന്നും വിഷ്ണുമായയുടെ ക്ഷേത്രത്തിനുള്ളിലില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വീട് പണിയാൻ എനിക്ക് കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവാനും അനുഗ്രഹത്തിലൂടെ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ ന്യായമായ രീതിയിലുള്ളതൊക്കെ സാധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പോകേണ്ടത്. അല്ല, ഓരോ വ്യക്തിക്കും മിനിമം വേണ്ടത് ഒരു തവണയെങ്കിലും പോയില്ലെങ്കിൽ 2-3 തവണ പോയാലും നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ കെട്ടിത്തിരിച്ചിലുണ്ടാവുന്നതൊക്കെ തടസ്സങ്ങളാണ്. ഈ തടസ്സത്തിന് ഏറ്റവും നല്ലത് വിഘ്നേശ്വരൻ തന്നെയാണ്. ഈ സർവ്വ അനുഗ്രഹങ്ങളുള്ള വിഘ്നേശ്വര മന്ത്രങ്ങളുണ്ട്.
ഇപ്പോൾ വിഘ്നേശ്വരൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളാണ് നമുക്ക് പറയാന്നുണ്ടെങ്കിലും അതന്നെ ഒരുപാട് തരത്തിലുള്ള സ്തംഭന ഗണപതി, വശീകരണ ഗണപതി, അതുപോലെ തന്നെ ജഗത്മോഹ ഗണപതി, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഗണപതി മന്ത്രങ്ങളും ഉണ്ട്, ഗണപതി ക്ഷേത്രങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നിലവിൽ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഗണപതിയുടെ സ്വഭാവത്തിലും അനുഗ്രഹത്തിലും ഒരുപാട് തരത്തിലുള്ള ഗുണാനുഭവവും ചൈതന്യമുള്ള മന്ത്രങ്ങളും അനുഗ്രഹങ്ങളും സിദ്ധികളും നമ്മളിലേക്ക് ഓരോ ഭക്തരിലേക്കും നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളതും അനുഭവത്തിൽ വരുന്ന തരത്തിലുള്ള ഗണപതിയിൽ തന്നെ ഉണ്ട് ഒരുപാട് മന്ത്രങ്ങൾ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഒരു വിഘ്നേശ്വരന്റെ ഈ മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് സർവ്വ തടസ്സങ്ങൾ തീരാനും, സർവ്വ ഐശ്വര്യം ഉണ്ടാവാനും, സമ്പത്ത് ഉണ്ടാവാനും, ജോലി ഉണ്ടാവാനും, അതുപോലെ തന്നെ നമ്മൾ തന്നെ മുടങ്ങിക്കിടക്കുന്ന, നടക്കാതെ കിടക്കുന്ന എന്ത് കാര്യവും സാധിക്കാൻ വേണ്ടി നമുക്ക് ഈ മന്ത്രം ജപിച്ചാൽ മതി. പക്ഷെ ഈ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുന്നേ നമ്മൾ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവരാണെങ്കിൽ അതൊക്കെ തുടച്ചണ്ട് മാറ്റിയിട്ട് ഇനി ഗണപതി മതി എന്ന് പറയും. ഇല്ലെങ്കിൽ വേറൊരു മന്ത്രം കേട്ടാൽ ഇനി മുന്നുണ്ടായിരുന്നതൊക്കെ മരിഞ്ഞ് വാരാഹി ദേവി മതി എന്ന് പറയും. പിന്നെ അതാണ്ട് മരിണ വിഷ്ണുമായ മതി എന്ന് പറയും. പിന്നെ കരിങ്കുട്ടി മതി എന്ന് പറയും. പക്ഷെ നമ്മൾ ദൈനംദിനമായിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊന്നും നിലവിൽ തന്നെ നിർത്തിക്കൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി ഇതൊക്കെ. അല്ലാതെ മറ്റുള്ളതൊക്കെ മാറ്റിയിട്ട് താണ്ട് ജപിച്ചിട്ടാണ് പെട്ടെന്ന് നടന്നതല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. മുന്നേ ഉണ്ടായിരുന്നതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മന്ത്രമൊക്കെ ജപിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈനംദിനമായിട്ട് നമ്മുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി നിത്യ അനുഷ്ഠാനം പോലെയോ അല്ലെങ്കിൽ ഇഷ്ടദേവതയോ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ ആക്കുക എന്നുള്ളതല്ലാതെ തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ പുതിയൊരു മന്ത്രം സ്വീകരിക്കുക, പിന്നെ കുറച്ചു കാലം അത് ജപിക്കുക, അത് ചെല്ലിയിട്ട് ഒരു കാര്യം വേറൊരു മന്ത്രം എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ദേവതകൾക്കും ഓരോ മന്ത്രത്തിനും അതിൻ്റെതായ പവർ ഉണ്ട്. ആ പവർ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള കാലതാമസമാണ് നമ്മളുടെ ഈ ഒരു പ്രശ്നം. അപ്പോൾ ഏതെങ്കിലും ഒരു ദേവന്റെ നല്ലൊരു അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക, കഷ്ടപ്പെട്ടിട്ട് ജപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെ. അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രജപ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിലായി തീരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ അതിൽ നിന്നുകൊണ്ട് ആണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മന്ത്രം ജപമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് ജപിച്ചാലും മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായിട്ടിരിക്കുക. ശുദ്ധം എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ടിരിക്കുക, ഭസ്മങ്ങളൊക്കെ തൊടുക. ആ തൊട്ടതിന് ശേഷം ഒരു നിലവിളക്കിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മളൊരു ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കഴിവ് നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രമായാലും പൂജയായാലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു അനുഗ്രഹവും ഐശ്വര്യം നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ അതിൻ്റെതായ ഒരു ചിട്ടവട്ടത്തോടു കൂടി ഇത് ചെയ്യണം. ഒരു തോന്നിയ പോലെ എനിക്ക് 6 മണിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഉണരാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയ സമയത്ത് നമുക്ക് എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ജപിക്കുക എന്നുള്ള ഒരു അവസ്ഥ മാറ്റിയിട്ട് നമ്മളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടിരുന്നിട്ട് ആ സമയം കണ്ടെത്തി അതിൻ്റേത് യഥേഷ്ടം വേണ്ടതായിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒന്നും കൂടി പവർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഉദയത്തിന് മുന്നെയാണ് ഈ ഗണപതി മന്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത്. കൂടുതൽ സൂര്യോദയത്തിന് മുന്നേ ജപിക്കുന്നത് ഒന്നും കൂടി പവർഫുള്ളാണ്. ഇല്ലെങ്കിൽ സന്ധ്യയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മന്ത്രജപ ആയതുകൊണ്ടാണ് നമ്മൾ സന്ധ്യയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് രാവിലെയാണ്. ഈ രാവിലെ നമ്മൾ നിലവിളക്ക് വെച്ചു ശുദ്ധമായി ഭസ്മക്കുറിയൊക്കെ തൊട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചിരിക്കുക. അപ്പൊ ഈ ഗണപതിയുടെ മന്ത്രം തന്നെ ഓരോ വിശേഷാലുള്ള ഗണപതിയുടെ ആ സ്വഭാവത്തിനും ആ രൂപത്തിനും അല്ലെങ്കിൽ ആ ഒരു ചിട്ടവട്ടത്തോട് കൂടിയിട്ടുള്ള മന്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഋഷീശ്വരനുണ്ട്. ആ ഋഷീശ്വരനെ ആദ്യം സ്മരിക്കേണ്ടതുണ്ട്. ആ ഋഷിയുടെ മന്ത്രമാണ് ഇപ്പോൾ പറയുന്നത്. അത് ആ നല്ലതുപോലെ ആ ഒരു ഋഷിയുടെ അനുവാദമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്. അങ്ങനെ ഈ നല്ലതുപോലെ ഗണപതിയുടെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. ആ മന്ത്രം നമ്മൾ കണ്ടെത്തിയ ഋഷീശ്വരനെ നമ്മൾ സ്മരിക്കുക. ഈ സ്മരിക്കുന്നത് ഈ മന്ത്രം കൊണ്ടാണ്. ഗണകൃഷി അനുഷ്ടുപ് ചന്ത ജഗത് മോഹന മഹാഗണപതിർ ദേവത. ഇതാണ് നമ്മൾ ജപിക്കേണ്ടത്. ഇത് ജപിക്കുമ്പോൾ ഈ ഋഷിയെ സ്മരിക്കുക. ഈ സ്മരിക്കുക എന്ന് വെച്ചാൽ ഋഷിയുടെ അനുവാദമായിട്ട് നമ്മൾ എടുക്കുക. അതിനുശേഷം
നമ്മൾ ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ തന്നെ നമ്മൾ വീണ്ടും ചെല്ലണം. ഈ ഋഷിയുടെ ഈ മന്ത്രം തന്നെ വീണ്ടും നമ്മൾ ചെല്ലണം. ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുക. ചെല്ലുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കേണ്ട ആളുകളാണെങ്കിൽ കൂടുതൽ ജപിക്കണം. അല്ലാണ്ട് തീട്ടോ നിന്നിട്ടും കിടന്നിട്ടും ഒക്കെ ഞാൻ 8 പ്രാവശ്യം ജപിച്ചു പിന്നെ എന്നിട്ട് കാര്യം സാധിച്ചില്ല അങ്ങനെയൊന്നും വിചാരിക്കാതെ 108 തവണയാണ് ജപിക്കേണ്ടത്. ഈ ജപിക്കുന്ന ആ മന്ത്രം ജപിക്കുമ്പോൾ ഗണപതിയുടെ ആ രൂപം കാണാത്തവരുണ്ടാവില്ല. എന്നിരുന്നാലും ആ രൂപത്തെ നമ്മൾ എന്താണ് വേണ്ടത്, ഈ 2 പുരികത്തിന്റെ നടുക്കിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. ഈ ജപിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാര്യസാധ്യം എന്നുണ്ടെങ്കിൽ നമ്മളത് പറയാം. കടബാധിത വീടാനാണെങ്കിൽ കടബാധിത വീടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി തരണേ എന്നാണ്. അല്ല കടം വീടണേ എന്ന് പറഞ്ഞാൽ കടം ഗണപതി നോട്ടും കെട്ടടിക്കണില്ല, അതുപോലെ തന്നെ ഈ ദൈവങ്ങൾ ആരും അടിക്കണില്ല. പക്ഷെ അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കി തരാൻ ഇവർക്ക് സാധിക്കും. കാരണം അത് ചില ബിസിനസ്സാണോ അല്ലെങ്കിൽ പുതിയ വഴികളിലേക്ക് നമ്മളെ ബുദ്ധിയെ മൈൻഡും കൊണ്ടുപോയി അതിനൊരു വർക്കത്താക്കി എടുക്കാൻ ഏതൊരു ദേവതാ സാന്നിധ്യത്തിന് കഴിയും. അപ്പോൾ ആ ഒരു കഴിവിന് നമുക്ക് ആവശ്യം എന്താണെങ്കിൽ അത് നല്ലതുപോലെ നമ്മൾ പറയുക. ഈ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താണെന്ന് വെച്ചാൽ കടബാധ്യത തീരണേ, അല്ലെങ്കിൽ എനിക്ക് തൊഴിൽ തടസ്സം തീരണേ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം തീരണേ, അല്ലെങ്കിൽ സമ്പത്ത് വന്നു ചേരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ. അപ്പോൾ എന്ന് വെച്ചാൽ ബിസിനസ് തന്നെ. അപ്പോൾ എന്തിനാണോ നമ്മൾ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ വിവാഹ തടസ്സമാണെങ്കിൽ വിവാഹ തടസ്സം മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജപിക്കാൻ. അപ്പോൾ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് അതായത് അമ്പലത്തിൽ പായസം കഴിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പായസം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലും കൂടിയിട്ട് ഉണ്ടാവുമ്പോഴാണ് ആ ഭഗവാനെ ഇതിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പായസത്തിൻ്റെ ചീട്ടട വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് മംഗല്യാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവുള്ളൂ, മംഗല്യം നടക്കാനുള്ള. അപ്പോൾ ഈ ഒരു കാര്യ തടസ്സത്തിന് വേണ്ടിയിട്ട് എന്താണോ നമ്മുടെ ആവശ്യമെങ്കിൽ അത് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടാണ് ചെല്ലുക. അപ്പോൾ സ്ത്രീകളാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ജപിക്കുന്നത് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജപിക്കാതിരിക്കുക. പിന്നെ ശുദ്ധങ്ങളായിട്ടിരിക്കുക. അത് നല്ലൊരു വസ്ത്രം വെച്ചാൽ പുതിയ വസ്ത്രം എന്നല്ല ഉദ്ദേശിക്കുന്നത്, കഴുകി വൃത്തിയാക്കിയ ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. രാവിലെയാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ജപിക്കുക. വൈകിട്ടാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരുന്ന് ജപിക്കാം. വടക്ക് ഭാഗത്ത് ആണെങ്കിൽ രാവിലെ ആയാലും വൈകിട്ടാണെങ്കിലും വടക്ക് ഭാഗത്തേക്ക് നോക്കി ഇരുന്ന് ജപിക്കുന്നതിൽ യാതൊരു വക തടസ്സങ്ങളുമില്ല, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല, അനുഗ്രഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വൈകല്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ജപിക്കുകയാണെങ്കിലാണ് നമുക്കതിൻ്റെ പവറായിട്ട് കിട്ടുക. അപ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം വക്രതുണ്ടൈകദ്രംഷ്ട്രായ ക്ലിം ഹ്രീം ശ്ലിം ഘം ഗണപതയേ വരവരധ സർവജനം മേ വശമാനയ സ്വാഹ. അങ്ങനെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ ജപിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കുക, ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തടസ്സങ്ങളൊക്കെ തീർത്ത് തരണേ, അല്ലെങ്കിൽ മംഗല്യ തടസ്സം തീർത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കുക. അത് ചൊല്ലുന്നതിന് മുമ്പും ചൊല്ലിക്കഴിഞ്ഞിട്ടും ഇതൊരു 108 തവണ വീതമാണ് ജപിക്കേണ്ടത്. ജപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസങ്ങളുടെ ഒരു കണക്ക് ഇതിനില്ല, എത്ര വേണമെങ്കിലും ജപിക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എത്ര ദിവസം ചെല്ലണം, അന്നത് നടക്കുക, എപ്പോഴാണ് നടക്കുക. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ്, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളുടെ കഴിവ് ആ തടസ്സം തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആഞ്ഞു പിടിച്ച് എന്ന് പറയുന്നത് പോലെ മാക്സിമം പരിശ്രമിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയും ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ദിവസം നിശ്ചയിക്കാതെ നമ്മൾ ദിവസം അതിനു വേണ്ടി സമയം കണ്ടെത്തുക, ജപിക്കുക. ജപിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള വിഘ്നേശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഗണപതി ഹവനം ചെയ്യിപ്പിക്കുക. കാരണം ഒരു ഭഗവാനെ ഒരു നിവേദ്യം കഴിപ്പിക്കുക, ഇല്ലെങ്കിൽ ഭഗവാൻ ഒരു പായസമെങ്കിലും കഴിപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മന്ത്രത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മുടെ തടസ്സങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചെടുത്തതുകൊണ്ടും നമ്മൾ ആ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ അതിൻ്റെ ജീവാംശത്തെ നമ്മളിലേക്ക് ആയിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ആ കാര്യസാധ്യ ഫലസിദ്ധി വന്നതുകൊണ്ട് നമുക്ക് ഭഗവാന് നമ്മൾ സമർപ്പിക്കേണ്ടത് ഒരു പായസമായിട്ടോ അല്ലെങ്കിൽ ഗണപതി ഹവനമായിട്ടോ കഴിപ്പിക്കുക. എന്നിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തുടർച്ചയായിട്ട് നമുക്ക് ചൊല്ലണമെങ്കിൽ ചൊല്ലാം, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം.
പിന്നെ അടുത്ത ഏതെങ്കിലും കാര്യം സാധിക്കുന്നതിന് മുന്നേ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കത് തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഇത് ജീവിതത്തിൽ വളരെ താങ്ങും തണലും സർവ്വ തടസ്സങ്ങളും ബന്ധനങ്ങളും തീർന്ന് സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാവുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഫലവത്തായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതുപോലുള്ള വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.